പ്രാർത്ഥനാപൂർവവും നിസ്വാർത്ഥവുമായ ശുശ്രൂഷയിലൂടെ പിശാച് വിതയ്ക്കുന്ന വിഭാഗീയതയുടെ കെണി ഒഴിവാക്കാൻ എല്ലാ ക്രൈസ്തവരെയും ക്ഷണിച്ച് ഫ്രാൻസിസ് പാപ്പ. ക്രൈസ്തവ ഐക്യം പ്രാർത്ഥനയിൽ വേരൂന്നിയതായിരിക്കണമെന്നും പാപ്പ വ്യക്തമാക്കി. ക്രൈസ്തവ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാ വാരത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള എക്യുമെനിക്കൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. യേശു പഠിപ്പിച്ചതുപോലെ നിസ്വാർത്ഥ സേവനമായി മാറുന്ന സ്നേഹത്തിന് മാത്രമേ വിഭജിക്കപ്പെട്ട ക്രൈസ്തവരെ പരസ്പരം ചേർത്തു നിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കി. സെന്റ് പോൾ ഔട്ട്സൈഡ് ദ വോൾസ് ബസിലിക്കയിൽ നടന്ന എക്യുമെനിക്കൽ സായാഹ്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലായിരുന്നു പാപ്പായുടെ പരാമർശം. ക്രിസ്ത്യൻ ഐക്യത്തിനായുള്ള പ്രാർത്ഥന വാരത്തിന്റെ സമാപനത്തിൽ വിവിധ സഭകളുടെ തലവന്മാരും പ്രതിനിധികളും മാർപ്പാപ്പയ്ക്കൊപ്പം ചേർന്നു. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയും സന്നിഹിതനായിരുന്നു. വിഭജനം ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള യേശുവിന്റെ ആഹ്വാനം പാപ്പ വിശദീകരിച്ചു. ക്രൈസ്തവ ഐക്യത്തിലേക്കുള്ള നമ്മുടെ പ്രയത്നങ്ങൾ വിശുദ്ധ പൗലോസിന്റെ പാത പിന്തുടരുന്നതും നമ്മുടെ സ്വന്തം ആശയങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നതും നമ്മുടെ ഹൃദയങ്ങളെ പരിവർത്തനം ചെയ്യാൻ ദൈവത്തിന് ഇടം നൽകുന്നവയുമാകണം. നമ്മുടെ മുന്നിലുള്ള പാത ഒരുമിച്ച് യാത്ര ചെയ്യുക, ഒരുമിച്ച് സേവിക്കുക, പ്രാർത്ഥനയ്ക്ക് മുൻഗണന നൽകുക എന്നതാണെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. ക്രൈസ്തവർ ദൈവത്തിൻ്റെയും അയൽക്കാരൻ്റെയും ശുശ്രൂഷകരായി വളരുമ്പോൾ അവർക്കിടയിൽ പരസ്പര ധാരണയും വളരുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഐക്യത്തിനായുള്ള പ്രാർത്ഥന ഒരു പവിത്രമായ ഉത്തരവാദിത്തമാണെന്നും അതിനർത്ഥം ഐക്യത്തിനായി പിതാവിനോട് പ്രാർത്ഥിച്ച കർത്താവുമായി സഹവസിക്കുക എന്നാണെന്നും പാപ്പ വിശദീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.